ഇടുക്കിയിൽ കുമളിയിൽ ഷെഫീഖ് എന്ന ബാലനെ ക്രൂരമായി പീഡിപ്പിച്ച കേസിൽ കോടതി വിധി ഇന്ന്. തൊടുപുഴ സെഷൻസ് കോടതിയാണ് വിധി പറയുക. കേസിൽ പിതാവ് ഷെരീഫും രണ്ടാനമ്മ അനീഷയുമാണ് പ്രതികൾ. പീഡനത്തിൽ ബാലന്റെ ശരീരം തളർന്നു പോയിരുന്നു. സുബിനുണ്ട്. സുബിൻ, എന്താണ് ഈ അഭിഭാഷകരൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു നടപടി? കോടതിയുടെ ഭാഗത്തു നിന്ന് ഏത് തരത്തിലുള്ള വിധി ഉണ്ടാകുമെന്നൊക്കെയാണ് അഭിഭാഷകരൊക്കെ പ്രതീക്ഷിക്കുന്നത്? പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് പ്രോസിക്യൂഷൻ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു കാര്യം. പ്രധാനമായും ഇടുക്കി കുമളിയിൽ ഈ ഒരു 4.5 വയസ്സുള്ളപ്പോഴാണ് ഈ ഒരു കുട്ടിക്ക് ക്രൂരമായ മർദ്ദനമേൽക്കുന്നത്. പിതാവിന്റെയും അതുപോലെ തന്നെ രണ്ടാനമ്മയുടെയും ക്രൂരമർദ്ദനമേറ്റാണ് ഈ ശരീരം തളർന്നു പോകുന്നത്. ആദ്യഘട്ടത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് 2015 ജൂലൈ 15-നാണ് ഈ അബോധാവസ്ഥയിലെ കുട്ടിയുമായി ഈ പിതാവും അതുപോലെ തന്നെ രണ്ടാനമ്മയും ആശുപത്രിയിൽ എത്തുന്നത്. ഈ ആശുപത്രിയിൽ എത്തുമ്പോൾ പട്ടിണി കിടന്ന എല്ലും തോലുമായ ശരീരവും അതുപോലെ തന്നെ സ്നേഹമാസകലം ഏകദേശം 180-ലധികം പാടുകളും ഉണ്ടായിരുന്നു. ഈ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ഈ ഡോക്ടർമാർക്ക് തോന്നിയ ഒരു സംശയമാണ് ഈ ഒരു ശരീരത്തിലെ മുറിവുകളും അതുപോലെ തന്നെ ഈ കുട്ടിയുടെ അവസ്ഥയും കണ്ട് തോന്നിയ സംശയമാണ് ഈ കേസ് ഇതുവരെ എത്തിച്ചിട്ടുള്ളത്. അതിനുശേഷം വിശദമായ ചോദ്യം ചെയ്യലിലാണ് ഈ കുട്ടി കേൾക്കേണ്ടി വന്ന ക്രൂരമായ പീഡനങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നത്. കുട്ടി പുറത്ത് വീണു എന്ന് പറഞ്ഞാണ് ഈ മാതാപിതാക്കൾ, അതായത് രണ്ടാനമ്മയും പിതാവും ഈ കുട്ടിയെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുന്നത്. അതിനുശേഷമാണ് ഈ ശരീരത്തിൽ ഇത്രത്തോളം പാടുകൾ, അതായത് 180-ലധികം മുറിവുകളാണ് ഈ കുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. അത്രത്തോളം ക്രൂരത അനുഭവിച്ചാണ് ഈ കുട്ടി ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ തെളിവുകളുടെ അഭാവം അല്ലെങ്കിൽ ഈ ദൃക്സാക്ഷികളുടെ അഭാവമാണ് ഈ കേസിനെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിപ്പിച്ചിരുന്നത്. അതായത് നേരിട്ട് കണ്ട ആളുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഈ സാഹചര്യ തെളിവുകളും ഈ കുട്ടിയുടെ ശരീരത്തിലെ മറ്റു പാടുകളും മുറിവുകളും എല്ലാം എടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു കേസ് ഇതുവരെ എത്തിക്കാൻ സാധിച്ചത്. ഇതിൽ പരമാവധി ശിക്ഷ തന്നെ ഈ പ്രതികൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് 12 മണിയോടെ ആവും ഈ ഒരു കേസിൽ അവസാന വിധി ഉണ്ടാവുക.